10 രൂപ വിലയുള്ള സിറിഞ്ചിൽ തുടങ്ങുന്ന ഈ തട്ടിപ്പ് ചെന്ന് നിൽക്കുന്നത് ആയിരങ്ങളും ലക്ഷങ്ങളും മറിയുന്ന സർജിക്കൽ ഉപകരണങ്ങളിലും ഓപ്പറേഷൻ കിറ്റിലുമാണ്. കൊള്ളാലോ പരിപാടി. ആളുകളെ കീറി മുറിക്കുന്നതിന് പിന്നില് ഇങ്ങനൊരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നൂ? ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണോ, അതിന് കീറി മുറിക്കാനുള്ള കത്രിക വരെ വാങ്ങിക്കൊടുക്കണം. ഇതെല്ലാം തിരിച്ച് അതാത് കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തുകയും ചെയ്യും. ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഡയാലിസിസിന് ആവശ്യമുള്ള കിറ്റ് കിട്ടും. ഇവിടുന്നേ വാങ്ങിക്കാവൂ. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞ ഡിസ്കൗണ്ടും കിട്ടും. വാങ്ങിക്കുമ്പോൾ കൂടുതൽ കിറ്റുകൾ വാങ്ങിച്ചോ. ആഴ്ചയിൽ 2 വെച്ച് വേണ്ടതല്ലേ? ശരി ഡോക്ടറെ. ഡോക്ടറെ വിളിച്ചിട്ട് വന്നയാളാണോ? ആ അതെ. കയ്യിലിപ്പോ പൈസ ഉണ്ടല്ലോ? പൈസ ഉണ്ട്. ആ വരൂ. സർജറി കിറ്റുകളൊക്കെ വന്നാൽ മാത്രം പോരല്ലോ, അത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും കൂടി ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ല. പകരം അവരെ കൊണ്ട് പുതിയത് വാങ്ങിപ്പിക്കുക. എന്നിട്ട് ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന കിറ്റുകൾ അതുപോലെ തന്നെ തിരിച്ച് എവിടെ നിന്നാണോ വാങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ സർക്കുലർ ബസ്സുകൾ ഓടാറില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ അവസാനിക്കുന്ന. മാഡം, ഇതവിടെ നടക്കുന്ന സാധാരണക്കാരെ പറ്റിക്കുന്ന ഒരു ചെയിൻ സർവീസാ. സർക്കാർ നൽകുന്ന സൗജന്യ ഉപകരണങ്ങൾ കൊണ്ട് കാര്യം നടത്തുകയും പുറത്തുള്ള സ്വകാര്യ വ്യക്തികളെ കൂടെ നിർത്തി ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അഴിമതിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ മാഡത്തോട് വിശദീകരിച്ചത്. ഇതുപോലെയുള്ള ഒരുപാട് തട്ടിപ്പ് കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരാളല്ല, എല്ലാവരും എല്ലാ രീതിയിലും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാണ്. ഒരാളെ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 10 പേര് രക്ഷപ്പെടും. അപ്പൊ അനു പറയുന്നത് പുറത്തു നിന്നുകൊണ്ട് അതിനുള്ളിലെ കള്ളക്കളികളൊന്നും കണ്ടെത്താനാവില്ല, ഇല്ലാതാക്കാനും കഴിയില്ല. അതെ മാഡം, അത്രയ്ക്കും വലിയൊരു ബെൽറ്റിനുള്ളിലാണ് അവരവരുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് തന്നെ. അപ്പോ ആ ബെൽറ്റിനുള്ളിലേക്ക് കയറിപ്പറ്റണം. എന്നാലേ അടിവേര് മാന്തിക്കൊണ്ടുള്ളൊരു ശുദ്ധികലശം നടത്താൻ പറ്റൂ. അതെ, ഈ അഴിമതി വീരന്മാരെയെല്ലാം കൈയോടെ പൊക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. അവർക്കൊപ്പം ഒരാളായി അതിനകത്ത് കയറണം. എന്നാലേ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. ആ ഹലോ മാഡം, പറഞ്ഞോളൂ. എനിക്ക് കുമാരേട്ടന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സാധാരണ ജനങ്ങളുമായി അടുത്തിടപഴകുന്ന കാഹളം കുമാരേട്ടനെ പോലുള്ളവർക്ക് എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ പറ്റൂ. മാഡം, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. മാഡം പറഞ്ഞാ മതി. അപ്പോ നമുക്കൊന്നുടനെ കാണണം. ശരി മാഡം, ശരി ശരി.